ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വേസ്റ്റ് പ്രോഡക്റ്റ്, അതായത് ഇതിപ്പോൾ കാണുന്നത് ഒരു വേസ്റ്റ്, അതായത് യൂസ് ചെയ്യാത്തത്, അതുപോലെ സ്ക്രാച്ചസ് വന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അപ്പോൾ നമ്മളത് വെറുതെ കളയുന്നതിന് പകരം അതിനെ ഒരു ബ്യൂട്ടിഫുൾ വാൾ ഡെക്കറായിട്ട് എങ്ങനെ മാറ്റാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് അതേ കറക്റ്റ് റൗണ്ടിൽ അതിൻ്റെ ഉൾവട്ടം എത്രയാണോ അത്രയും റൗണ്ടിലുള്ള ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ക്യാൻവാസിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ പിക്ചർ നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാൻവാസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസൈൻ ഉള്ളിൽ ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ ഫെവി ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ട് പാനിനകത്തേക്ക് തേച്ച് കൊടുത്തിട്ട് ആ പിക്ചർ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നടുവിന്ന് മറ്റുള്ള സൈഡിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസ് ആയത് കാരണം നമുക്ക് നന്നായിട്ട് ഗമ്മ് തേച്ച് തന്നെ ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഫെവി ബോണ്ട് തേച്ചതിന് ശേഷം ഈ പിക്ചർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ മിഡിൽ റൗണ്ടിന് ശേഷം ഒരു കേവ് മാതിരി ഉള്ളത് കാരണം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആ റൗണ്ട് എത്രയാണോ അത് അളന്ന് തന്നെ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വട്ടം അത് കറക്റ്റായിട്ട് വരില്ല. അപ്പം ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാൻവാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ താല്പര്യം അതിനനുസരിച്ചിട്ടുള്ള ഡിസൈനിങ് എന്തെങ്കിലും ചെയ്താലും മതി. ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് ഐഡിയ തോന്നിയത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഇത് പേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളൊരു 3D ലൈനർ വെച്ചിട്ട്, ഇതിപ്പം 3D ലൈനറാണ്, ഗ്ലിറ്ററിങ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു 3D ലൈനറാണ്. നമുക്ക് രണ്ട് തരത്തിൽ ഇപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ അവൈലബിൾ ആണ്. ഗ്ലിറ്റർ ഉള്ളതും ഉണ്ട്, ഗ്ലിറ്റർ ഇല്ലാത്തതും ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഗ്ലിറ്റർ ഇല്ലാത്ത ഒരു റെഡ് കളർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒട്ടിച്ച ആ ഒരു ഭാഗം കാണാതിരിക്കാനും നീറ്റായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ആ ഔട്ട്ലൈനിലൂടെ ആ റൗണ്ടിൽ തന്നെ ലൈനർ വെച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ വരച്ച് കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു ലൈൻ ഇട്ട പോലെ തന്നെ ഉണ്ടാവും. മാത്രമല്ല ഇതൊരു ലൈനർ ആയത് കാരണം അതിന് വേറൊരു ലുക്ക് തന്നെയാണ് ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലൈനർ ഇല്ല എന്നാണെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടും നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ മോൾഡിട്ടൊക്കെ അവൈലബിൾ ആണല്ലോ, അപ്പോൾ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ക്ലേ ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ക്ലേ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് റൗണ്ടായിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനെക്കാട്ടിയും പണിയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇതാവുമ്പോൾ സിമ്പിളാണ്. നമുക്ക് ആ ലൈനർ ജസ്റ്റ് അങ്ങോട്ട് വട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ കുറച്ച് മിററാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മിറർ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള മിററാണ് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് എത്രയാണോ ഈ സൈസ്, ഇപ്പോൾ ഇവിടെ ഏത് സൈസിലുള്ള മിററാണോ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ആദ്യം നോക്കിയിട്ട് ആ സൈസിലുള്ള മിറർ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ മിറർ അവൈലബിൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വാൾ ഡെക്കറിനെ നല്ല ഭംഗിയുള്ള ഡെക്കറാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു മിറർ അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഞാനിപ്പം ഈ ട്രയാങ്കിൾ ഷേപ്പ് മിററാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു റൗണ്ടിലുള്ളത് നമ്മൾക്ക് അളന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഈ മിറർ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വട്ടത്തിൽ ഈ മീറ്റർ ഉണ്ടല്ലോ, അതായത് മെഷറിംഗ് ടേപ്പ്, അത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് കറക്റ്റ് ഓരോരോ ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എവിടെയാണോ, അതായത് ഇപ്പോൾ ഓരോരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ മിഡിലായിട്ടാണ് ഞാൻ മിറർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഗം തേച്ചതിന് ശേഷം ഓരോരോ മിറേഴ്സായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ വട്ടത്തിൽ തന്നെ നമുക്ക് മിറർ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാനിങ്ങനെ മെഷർമെൻറ്റ് ചെയ്തത് കാരണം വളരെ ഈസി ആൻഡ് എളുപ്പത്തിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളും ഇങ്ങനത്തെ ഒരു ഐഡിയ എന്താ പറയുക ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് നമുക്ക് പണി വേഗം നടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മെഷറിംഗ് ടേപ്പ് എടുത്ത് കറക്റ്റായിട്ട് റൗണ്ടിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം തന്നെ ഗമ്മ് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 5-6 എണ്ണം ഗമ്മിട്ട് കൊടുക്കുക. അതിനുശേഷം മിറർ ഒട്ടിക്കുക. അപ്പോൾ വേഗം പണിയും തീരും, നമുക്ക് എളുപ്പമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ മിററൊക്കെ എങ്ങനെയാണോ ഏത് രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് റൗണ്ടിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗമ്മിപ്പം കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒഴുകി താഴോട്ട് വരും. കാരണം ഇതൊരു സ്ലാൻഡിങ് ഇതിലാണ് നിൽക്കുന്നത്. കറക്റ്റായിട്ട് ഫ്ലാറ്റായിട്ടുള്ള റൗണ്ടല്ല, ഒരു സ്ലാൻഡിങ് റൗണ്ടാണ്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഗമ്മിൽ മിറർ നിൽക്കാണ്ട് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോഴായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഷേപ്പ് മാറി നിൽക്കുന്നുണ്ടാവും മിറർ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. നല്ലൊരു ഹോം ഡെക്കറാണ്. ഈ പാനിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹൂക്സും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാളിൽ തന്നെ തൂക്കിയിടാനായിട്ട് പറ്റും. അത് നമുക്ക് ഇപ്പം നമുക്ക് ഹൂക്സൊക്കെ അവൈലബിൾ ആണ്, റെഡിമെയ്ഡായിട്ട് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഹൂക്സിന് ഒന്നില്ലെങ്കിൽ നല്ലൊരു ഗം എടുത്തിട്ട് ഹൂക്സ് ഒട്ടിച്ചു കൊടുക്കാം. കാരണം ഇതിൽ ഡ്രില്ല് ചെയ്ത് വെക്കാൻ പറ്റില്ല, ആണി അടിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണോ ഹൂക്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിലും വേണമെങ്കിൽ ഈ ഒരു പാനിൻ്റെ ബാക്കിലും പെയിൻ്റ് അടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും നല്ലൊരു ഇപ്പം നമുക്ക് പാനാണ് തന്നെ അറിയാത്ത രീതിയിലായി പോവും. അത് നല്ലൊരു എന്താ പറയുക, അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു പാനിലാണോ ഇത് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പം നമ്മളിപ്പോൾ ഏകദേശം മിറർ ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മിററിൻ്റെ നമുക്ക് ഇതിന് ചുറ്റും, ഇത് റിയൽ മിറർ ആയത് കാരണം ഇതിൻ്റെ ചുറ്റും, അതായത് ഇപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ നമുക്കൊരു ലൈനർ എടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ അതിൻ്റെ എഡ്ജസിലൂടെ വരച്ചു കൊടുക്കാം. എഡ്ജസിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലുക്കായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. വേറെ ഏതെങ്കിലും കളർ ലൈനർ എടുക്കുക, എന്നിട്ട് ഈ മിററിൻ്റെ ചുറ്റും അതേ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ആ രീതിയിലൊന്ന് എന്താ പറയുക, ഏതെങ്കിലും കളർ മാച്ചിങ് ആയിട്ടുള്ള, പിക്ചറിന് മാച്ചിങ് ആയിട്ടുള്ള കളർ ലൈനർ എടുത്തിട്ട് മിററിന് ചുറ്റും ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലുക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കൂ. ഫുള്ളും ഈ രീതിയിൽ എല്ലാ മിറേഴ്സിന് ചുറ്റും ഇങ്ങനെ വരച്ചു കൊടുക്കുക.
ഇപ്പം നമ്മൾ എല്ലാ മിറേഴ്സിലും അങ്ങനെ ലൈൻ വരച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കളർ ലൈനർ എടുക്കുക. എന്നിട്ട് ഇപ്പം ഞാനൊരു ഓറഞ്ച് കളർ ലൈനറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ആ 2 മിറേഴ്സിൻ്റെയും നടുവിലായിട്ട് ഒരു ലൈന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ലൈന് വരച്ച് കൊടുക്കുക. എങ്ങനെയൊക്കെ നമുക്ക് ഡിസൈനിങ് ചെയ്യണം എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഏതായിരിക്കും ഭംഗിയെന്ന് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് വേറെ പേപ്പറിലൊന്ന് വരച്ച് നോക്കിയിട്ട് ഇതിൽ ചെയ്താലും മതി. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ലൈൻ 2 മിറേഴ്സിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ തന്നെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതേ സെയിം ലൈനർ വെച്ചിട്ട് തന്നെ ഈ പാനിൻ്റെ ചുറ്റും ഒരു അലുമിനിയത്തിൻ്റെ ഒരു കളർ കാണുന്നുണ്ടായിരുന്നു. അതായത് ആ ചുറ്റുവട്ടത്തായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ലൈനർ എഗെയിൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആവുന്നത് പോലെ ഫുള്ളായിട്ട് ആ ഒരു അതായത് ഇത് കാണാതിരിക്കാനായിട്ട് ഫുൾ ലൈനർ വെച്ചിട്ട് കവർ ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ആ പോർഷൻ കാണുന്ന പോർഷൻ ഫുൾ ഹൈഡ് ചെയ്യാനായിട്ട് എഗെയിൻ ഒരു ലൈനർ യൂസ് ചെയ്തിട്ട് നമ്മൾ അത് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്ലാറ്റായിട്ടുള്ള പാനാണെന്നാണെങ്കിൽ എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ ഇങ്ങനെ കേർവ് ഉള്ളത് കാരണം അതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു പോർഷൻ കാണുന്നത് കാരണമാണ് ഞാൻ ലൈനർ വീണ്ടും ഇട്ടിട്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുതന്നെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ ഏകദേശം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മളെങ്ങനെ വെറുതെ കളയുന്നതിന് പകരം എങ്ങനെ ഒരു ഹോം ഡെക്കറായിട്ട് മാറ്റാം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും. അവർക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീണ്ടും നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.